ഹണി മാജിക് അവൻ പവർഡ് ബൈ ടേസ്റ്റി നിബിൾസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ പലതരം പലഹാരങ്ങളുണ്ട്. ഇപ്പോൾ പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാറ്റഗറിയാണ്. ഇപ്പോൾ 4 മണി പലഹാരം എന്ന് പറഞ്ഞ് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിക്കുന്ന കാര്യങ്ങളുണ്ട്. ചില പലഹാരങ്ങൾ നമ്മൾ വെച്ചിരുന്ന് കഴിക്കാനായിട്ട്, ഇപ്പോൾ 4 മണി പലഹാരമാകാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് കഴിക്കാൻ പറ്റിയ പലഹാരങ്ങളാവാം. അതെന്താ പറയുക, അതിങ്ങനെ കറുമുറ കടിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട്, ഇപ്പോൾ മുറുക്ക് പോലെയോ അല്ലെങ്കിൽ അച്ചപ്പം പോലെയോ ചിപ്സ് പോലെയോ ഇങ്ങനെയുള്ള കുറച്ച് പലഹാരങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇത് നാടൻ പലഹാരങ്ങളുടെ കൂട്ടത്തിലാണ് അത്തരം പലഹാരങ്ങൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പലഹാരങ്ങൾ തന്നെ ഏതെല്ലാം തരമാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ക്രിസ്പി പലഹാരങ്ങളാണെങ്കിൽ ഒരുപാട് ദിവസം വെച്ചിരുന്ന് കഴിക്കാനും പറ്റും. അതായത് ഒരു ദിവസം ഉണ്ടാക്കിയില്ല അന്ന് തന്നെ കഴിച്ച് തീർക്കണം എന്നില്ല, അത് ചീത്തയാകില്ല. അത് കുറച്ച് ദിവസം നമ്മളിങ്ങനെ വായു കടക്കാത്ത നല്ല ഒരു എന്താ പറയുക ബോക്സിനകത്തോ നല്ലൊരു കുപ്പിയിലോ ഒക്കെ അടച്ചു വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം പലഹാരങ്ങൾ വീട്ടിലെ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. മുതിർന്നവർക്കും കഴിക്കാം ചെറിയ സ്നാക്സ് ആയിട്ട്. എന്തായാലും നമ്മളിന്നിപ്പോൾ ആദ്യം ഒരു പലഹാരമാണ് ചെയ്യുന്നത്. അതിങ്ങനെ ക്രിസ്പി ആയിട്ട് കറുമുറ കടിക്കാൻ പറ്റുന്നൊരു പലഹാരം. അതിൻ്റെ പേര് തുക്കിടി. തുക്കിടി എന്ന് പറയുമ്പോൾ നല്ല ഫണ്ണി നെയിം അല്ലേ. തുക്കിടി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അതൊരു തരം എന്താ പറയുക ഡയമണ്ട് കട്ട്സ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പലഹാരമാണ്. പക്ഷേ മധുരമല്ല, ചെറിയൊരു സ്പൈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ മധുരം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരല്പം മധുരമൊക്കെ ഉണ്ടാകും. എന്തായാലും നമ്മുടെ തുക്കിടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് മാവ് 1 കപ്പ്, മൈദ മാവ് 8 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ, നല്ല ജീരകം 1 ടീസ്പൂൺ, വെണ്ണ 2 ടീസ്പൂൺ, വെള്ളം കുഴയ്ക്കാൻ ആവശ്യമായത്, എണ്ണ വറുക്കാൻ ആവശ്യമായത്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്ക് തുക്കിടി തയ്യാറാക്കി തുടങ്ങാം. ഇതിൽ പ്രധാനമായിട്ട് 1 കപ്പ് മാവ് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ചേരുവകളെല്ലാം കൂടി. അപ്പോൾ ഇത് 1 കപ്പ് ഗോതമ്പ് മാവും 8 ടേബിൾ സ്പൂൺ മൈദ മാവും. ടേബിൾ സ്പൂൺ മൈദ മാവും ഒന്നിച്ചാക്കിയിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം സാധാരണ നമ്മൾ തോരനിലൊക്കെ അരയ്ക്കുന്ന ജീരകം, അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തു. പിന്നെന്താ വേണ്ടേ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മധുരമാണെന്ന് വെച്ചാൽ മധുരമല്ല, എന്നാൽ എരിവാണ് ശരിക്കും. കുറച്ച് എരിവുണ്ടാവും. 1.5 ടീസ്പൂൺ മുളക് പൊടി 1.5 ടീസ്പൂൺ. പക്ഷേ ഒരു ശകലം മധുരം കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി ലാസ്റ്റ് എന്താ ചെയ്യണേ, വെണ്ണ 2 ടീസ്പൂൺ വെണ്ണയും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് വെണ്ണയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിക്കാൻ പോവാണ്. വെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ 2 ടീസ്പൂൺ വെണ്ണ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെണ്ണയും ഇതിനകത്തേക്ക് കൈകൊണ്ട് ഞാൻ യോജിപ്പിച്ചു. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെയാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ തുക്കിടിയുടെ മാവ് നമ്മൾ കുഴച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ മാവ് പോലെയാണ് കുഴച്ച് കഴിഞ്ഞത്. ഇതിൽ നിന്നും ചെറിയ ബോൾസ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. കുറച്ച് ചപ്പാത്തിയുടെ പോലെ തന്നെ റൗണ്ടായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അത്
ഘനം കുറച്ച് പരത്തണം. ഇങ്ങനെ ബോൾസ് എടുത്തിട്ട് ഘനം കുറച്ച് പരത്തിയെടുക്കും. തിന്നായിട്ട് എത്രത്തോളം ഘനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറയ്ക്കുക. അപ്പോൾ അത് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് മൈദമാവ് സൈഡിൽ വെച്ചേക്കുക. ഇങ്ങനെ കുറച്ച് രണ്ട് സൈഡിലും ഇങ്ങനെ തടവിയിട്ട് ഇങ്ങനെ കട്ടി കുറച്ച് ചെയ്യുക. എന്നിട്ട് ഒരു പേസ്ട്രി കട്ടറുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് സൈഡ്സ് ഒക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അത് നമുക്ക് വീണ്ടും പരത്തി എടുക്കാം. ഇനി ഇത് എന്നിട്ട് ഡയമണ്ട് ഷേപ്പ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി ചൂടായി കിടക്കുന്ന എണ്ണയിൽ വറുത്ത് കൊടുക്കും. ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയിരിക്കുന്ന മാവ് ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. നന്നായിട്ട് ഇത് നല്ല കരികരിപ്പായിട്ട് വറുത്ത് കൊടുക്കും. അപ്പം ഇനി അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, എണ്ണ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇനി എണ്ണ ഒന്ന് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരോ ഡയമണ്ട് ഷേപ്പിലുള്ള പീസസും ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇതിലേക്ക് നമ്മൾ പരത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് ഷേപ്പിലെ തുക്കിടി ഇടാൻ പോവാണ്. നന്നായിട്ട് പൊള്ളി വരും. നല്ലതായിട്ട് ബബിൾ ചെയ്തിങ്ങനെ വരും. ഇങ്ങനെ നല്ലതായിട്ട് ഇനി ഇത് നല്ല കരികരിപ്പായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കുറച്ച് ഡാർക്ക് കളറായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ നല്ല കരികരിപ്പ്. ഇപ്പോൾ ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നു, നല്ല മൂത്ത് വരുന്നു. നല്ല കരികരിപ്പ് ഇങ്ങനെ ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയില്ലേ കരികരിപ്പ് ഉണ്ടെന്ന്. ഇതാണ് നമുക്ക് വേണ്ട ഒരു പാകം. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ ബാക്കിയിരിക്കുന്ന മാവും പരത്തി നല്ല ഘനം കുറച്ച് പരത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു പേസ്ട്രി കട്ടർ ഇതുപോലത്തെ ഒരു കട്ടറും ഉണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു കട്ടർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എന്താ പറയുക, കത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്താലും മതി. അപ്പോൾ തീ അല്പം കുറയ്ക്കാം. ഇനി ബാക്കിയും കൂടി ഞാനിങ്ങനെ പരത്തി കട്ട് ചെയ്ത് എണ്ണയിലിങ്ങനെ വറുത്തെടുക്കും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലോട്ട് ഓഫ് തുക്കടിയും ഞാനിങ്ങനെ പരത്തി കട്ട് ചെയ്ത് വറുത്തെടുക്കുക. ഏതാണ്ട് ഇപ്പോൾ 2 പ്ലേറ്റ് നിറച്ചായിട്ടുണ്ട്. ഈ അളവിൽ നിന്നും നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവ് നമ്മൾ 8 ടേബിൾ സ്പൂൺ മൈദ മാവാണ് ഉപയോഗിച്ചിരുന്നത്.
അപ്പോൾ ചിലവ് വളരെ കുറവാണ്, പക്ഷെ കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് വരവ് കൂടുതലാണെന്ന് പറയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, പരത്തുമ്പോൾ വളരെ തിന്നായിട്ട് കട്ടി കുറച്ച് പരത്തണം. കറക്റ്റായിട്ട് കട്ട് ചെയ്യുക, പാകത്തിന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല കരുകരുപ്പായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ജീരകമൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്, കഴിക്കുമ്പോൾ ആ ജീരകം കൂടി കടിക്കാൻ കിട്ടും. ഭയങ്കര സ്വാദാണ്, വ്യത്യസ്തമായിട്ട് രുചിയായിരിക്കും. അങ്ങനെ തുക്കടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പീസസും നമ്മൾ വറുത്ത് പോരും. ഓക്കെ, അപ്പോൾ ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, ഓഫ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ആ ചൂടൊക്കെ പോയിട്ട് നമ്മൾ ഇതിനെ വായു കടക്കാത്ത ഒരു കുപ്പിയിലോ ഒരു ടിന്നിലോ അടച്ച് സൂക്ഷിക്കാം. ആവശ്യാനുസരണം കഴിച്ച് അടക്കാം. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഇത്രയും കിട്ടിയില്ലേ, ഇത്രയും കുറച്ച് മാവിൽ നിന്നും. അപ്പോൾ ഇനി കൂടുതൽ, ഇതിലും കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മാവ് എടുക്കുക, അതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം തുക്കടി ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കുക, എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കഴിക്കാനുള്ള തുക്കടി കിട്ടും. അപ്പോൾ 2 പ്ലേറ്റ് നിറച്ച് തുക്കടി എൻ്റെ കയ്യിലിരിക്കുവാണ്. അപ്പോൾ സന്തോഷമായില്ലേ, ഇത്രയും കിട്ടിയില്ലേ? വളരെ സന്തോഷമായിരിക്കും ഇത് ഉണ്ടാക്കുന്നവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കും.